ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പം ഇതിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇത്. ഇൻ ദിസ് ചാപ്റ്റർ വി കൺസിഡർ ദ നോഷൻസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓവർ ദ ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എന്താണ്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അനലൈസ് ചെയ്യുന്നത്. Definition: let capital A be a square matrix. Any non-zero vector or matrix capital X is said to be a characteristic vector or eigenvector or latent vector of a matrix capital A if there exists a number lambda such that Ax is equal to lambda x. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഒരു നോൺ സീറോ വെക്റ്റർ, അതായത് വെക്റ്ററിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാമല്ലോ. ഒരു വെക്റ്റർ ഉണ്ട്, ഒരു n ടപ്പിൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ എഴുതാം, ഒരു n/1 മെട്രിക്സ് ആയിട്ട് എഴുതാൻ സാധിക്കുമല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് ഒരു വെക്ടറിനെ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ, പല പേരുകളുണ്ട്. മറ്റൊരു പേര് ഐഗൻ വെക്ടർ അല്ലെങ്കിൽ ലേറ്റൻറ്റ് വെക്ടർ. കൂടുതലായിട്ട് നമ്മൾ ഐഗൻ വെക്ടർ എന്നാണ് പറയുന്നത്. ഓഫ് എ മെട്രിക്സ് എ ഇഫ് ദെയർ എക്സസ് ഒരു നമ്പർ ലാംഡ ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ആണെങ്കിൽ ഈ എക്സിനെ ക്യാപിറ്റൽ എയുടെ ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂ ലാംഡ എന്നാണ് പറയുന്നത്. ഓൾസോ ദെൻ ലാംഡ ഈസ് കോൾഡ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓർ ഐഗൻ വാല്യൂ ഓർ ലേറ്റൻറ്റ് റൂട്ട് ഓഫ് ദി മെട്രിക്സ് ക്യാപിറ്റൽ എ കറസ്പോണ്ടിങ് ടു ദി ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ എ എക്സ് ഇസിക്കൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. എ എക്സ് ഇസിക്കൽ ടു ലാംഡ എക്സ് നമുക്ക് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ ലാംഡ നമ്മുടെ ഐഗൻ വാല്യൂ ആവും, എക്സ് എന്ന് പറയുന്നത് ഐഗൻ വെക്ടർ എന്ന് നമ്മൾ വിളിക്കും. തിയറം 1: ഇഫ് എ ആൻഡ് ബി ആർ ടു മെട്രിക്സസ് സച്ച് ദാറ്റ് എ ബി ഇസിക്കൽ ടു ലാംഡ ബി ദെൻ ഈച്ച് ഓഫ് നോൺ സീറോ കോളം ഓഫ് ബി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് എ കറസ്പോണ്ടിങ് ടു ദി ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലാംഡ. അപ്പോൾ നമുക്ക് എ ബി രണ്ട് മെട്രിക്സസ് ആണ്. സച്ച് ദാറ്റ് എ ബി ഇസിക്കൽ ടു ലാംഡ ബി ആണെങ്കിൽ ഈ ബിയുടെ ഓരോ കോളംസിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് എ കറസ്പോണ്ടിങ് ടു ദി ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലാംഡ എന്ന് വിളിക്കും. ഡെഫിനിഷൻ: ഇഫ് ലാംഡ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ മെട്രിക്സ് ക്യാപിറ്റൽ എ ദെൻ ദ കളക്ഷൻ ഓഫ് ഓൾ ദി കോളം മെട്രിസസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഈസ് കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ലാംഡ. അപ്പോൾ ഐഗൻ വാല്യൂ എന്താണെന്ന് പറഞ്ഞു. അപ്പം ഈ ആ ഒരു ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സും അല്ലെങ്കിൽ ഐഗൻ വെക്ടേഴ്സിൻ്റെയും കൂടെ കളക്ഷനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ലാംഡ എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആൻഡ് വെക്ടേഴ്സ്: ഇഫ് ലാംഡ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആൻഡ് എക്സ് കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് എ മെട്രിക്സ് ക്യാപിറ്റൽ എ ദെൻ വി ഹാവ്, ഇപ്പോൾ ലാംഡ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എക്സ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് എ മെട്രിക്സും ആണെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ് നമ്മുടെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇടയ്ക്ക് കൊണ്ടുവന്നാൽ മാറ്റമൊന്നും വരില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എയും ലാംഡ ഐയും എല്ലാ മെട്രിക്സസ് ആണ്. എ മൈനസ് ലാംഡ ഐയും മെട്രിക്സ് ആണ്. അപ്പോൾ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്നു. സിൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0, അപ്പം ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടറിനെ ഒരിക്കലും 0 ആയിട്ട് ചൂസ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ലാംഡ ഇതിൻ്റെ ഐഗൻ വാല്യൂ ആയിട്ട് മാറും, കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വെക്ടർ 0 എന്ന് പറയുന്ന ഐഗൻ വെക്ടർ. അപ്പം നോൺ സീറോ ആയിട്ടുള്ളൊരു വെക്ടറിനെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സിൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ദ സീറോ മെട്രിക്സ് വി ഡെഡ്യൂസ് ഫ്രം ദി എബോവ് മെട്രിക്സ് ഇക്വേഷൻ ദാറ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് എ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഒരു എക്സ് നോൺ സീറോയുമാണ് എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും കിട്ടിയെങ്കിൽ അപ്പോൾ നമ്മൾ എ മൈനസ് ലാംഡ ഐനെ ഒരു സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ് ഈസ് 0. ഇപ്പോൾ ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. സിംഗുലർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദ ഇക്വേഷൻ എ മൈനസ്
xi equal to 0 is called the characteristic equation of the matrix A. അപ്പോൾ നമുക്ക് ഈ ലാംഡയുടെ സ്ഥാനത്ത് നമുക്ക് എക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദി മെട്രിക്സ് എ എന്ന് വിളിക്കുന്നു. ഹെൻസ് എവരി ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലാംഡ ഓഫ് എ മെട്രിക്സ് എ ഈസ് എ റൂട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ മെട്രിക്സ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എവരി ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ മെട്രിക്സ് ഈസ് എ റൂട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ എല്ലാ ഐഗൻ വാല്യൂയും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. കോൺവേഴ്സ്ലി ഇഫ് ലാംഡ ബി ഇനി റൂട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 2, then the matrix equation A minus lambda I of x is equal to 0 necessarily possess a non-zero solution x, so that there exists a vector x not equal to 0 such that ax is equal to lambda I x equal to lambda x. അപ്പം എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ ആയിരിക്കും. കാരണം കോൺവേഴ്സ് പാർട്ട് ചെയ്യുന്നത് കോൺവേഴ്സ്ലി ഇഫ് ലാംഡ ബി ഇനി റൂട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ദെൻ ദ മെട്രിക്സ് ഇക്വേഷൻ എ മൈനസ് ലാംഡ ഓഫ് എക്സ് ഈക്വൽ ടു 0 നെസസറിലി പൊസസ് എ നോൺ സീറോ സൊല്യൂഷൻ എക്സ്. കാരണം നമുക്ക് ലാംഡ എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ ആണെങ്കിൽ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഒരു നോൺ സീറോ സൊല്യൂഷൻ. കാരണം എ മൈനസ് ലാംഡ ഐ ഓഫ് എ മൈനസ് ലാംഡ എന്ന് പറയുന്ന ഒരു സിംഗുലർ മെട്രിക്സ് ആണല്ലോ. അപ്പോൾ അതിനൊരു നോൺ സീറോ സൊല്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കും എ മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് എക്സ് ഐ ഇതിനെ പോളിനോമിയൽ അതിനെ ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോഴാണ് അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആവുന്നത്. അത് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് എക്സ് ഐ മാത്രമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിനെ ഒരു പോളിനോമിയൽ ഡിഗ്രി n ആയിട്ട് കിട്ടും. അതിനെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദി മെട്രിക്സ് എന്നാണ് വിളിക്കുക. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓഫ് ക്യാപിറ്റൽ ഐ ഈക്വൽ ടു 1 1 2 0 2 2 -1 1 3. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കും. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അപ്പോൾ എ മൈനസ് ലാംഡ ഐ കണ്ടുപിടിച്ചു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ അത് സോൾവ് ചെയ്ത് ലാംഡ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡ ക്യൂ മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 6 ഇസിക്കൽ ടു 0 എന്നാണ്. അപ്പോൾ ഈ തേർഡ് ഡിഗ്രി ഒരു ഇക്വേഷനാണല്ലോ വന്നത്. തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ എളുപ്പത്തിൽ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് ബൈ ഇൻസ്പെക്ഷനാണ്. അപ്പം നമുക്ക് ചെറിയ ചെറിയ നമ്പേഴ്സ് ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഇട്ടിട്ട് കൊടുത്ത് നോക്കുക. ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ റൂട്ടായിട്ട് എടുക്കുക. അതാണ് ഈ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്തിൽ ആദ്യമേ നിങ്ങൾ നോക്കണ്ട. ആദ്യം 1 കൊടുത്ത് നോക്കുക, പിന്നെ -1 കൊടുത്ത് നോക്കുക, പിന്നെ 2 കൊടുത്ത് നോക്കുക, -2 കൊടുത്ത് നോക്കുക, അങ്ങനെ പോവുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഇതിനകത്തിൽ പെട്ടെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തിൽ 1 കൊടുത്താൽ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് കണ്ടാലേ മനസ്സിലാവും. കാരണം 1 - 6 + 11 - 6 ഇതാണ് കിട്ടുക. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെ ഒരു റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐഗൻ വാല്യൂ ആണ്. ദ അതർ വാല്യൂസ് ആർ ഒബ്റ്റെയിൻഡ് ആസ് ഫോളോസ്. നമ്മൾ കോഎഫിഷ്യൻസ് അതേപോലെ എഴുതണം. 1 -6 11 -6 അങ്ങനെ എഴുതി. ഇനി നമുക്ക് ആദ്യം കിട്ടിയ ഒരു റൂട്ടാണ് അവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ഡിവൈഡ് ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ളൊരു മെത്തേഡാണിത്. സൈഡിലും 1 എഴുതുക. അപ്പം ആ 1 എന്നിട്ട് ഉള്ളിലുള്ള ആദ്യത്തെ 1ൻ്റെ തൊട്ട് താഴെ വേണമെങ്കിൽ 0 എഴുതാം നിങ്ങൾക്ക്. ഒന്നുമില്ല, അവിടെ ഒന്നും എഴുതാറില്ല. അപ്പോൾ 0 എഴുതാം. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 0 എഴുതാം. ഇവിടെ ഇപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് 0യും ആ 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ 1 എന്ന് എഴുതുന്നു. ഇനി ഈ 1ഉം നമ്മുടെ പുറത്ത് എഴുതിയിരിക്കുന്ന 1നോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് -6ൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ് 1. ഇനി -6ഉം 1നോട് ആഡ് ചെയ്താൽ നമുക്ക് -5 കിട്ടും. ഇനി -5ഉം 1നോട് മൾട്ടിപ്ലൈ ചെയ്താൽ -5 കിട്ടും. -5ഉം 11നോട് ആഡ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. പിന്നെ 6ഉം 1നോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 6 -6ൻ്റെ തൊട്ട് താഴെ എഴുതും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 1 -5 6 ഏറ്റവും ലാസ്റ്റ് 0. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വാല്യൂ അതിൻ്റെ റൂട്ടാണെങ്കിൽ ഏറ്റവും താഴെ അങ്ങേയറ്റത്ത് 0 കിട്ടും.
പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളല്ലാതെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? ഈ പോളിനോമിയൽ λ³ -6 λ² + 11 λ-6 എന്ന് എഴുതും. അതിനെ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ പുറത്ത് λ-1 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അങ്ങനെ λ = 1 എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫാക്ടർ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത്. λ = 1 എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ ആണെങ്കിൽ λ-1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പം ഇതിൻ്റെ λ-1 ഒരു ഫാക്ടർ ആണെങ്കിൽ ബാക്കിയുള്ള ഫാക്ടർ വരുന്നത് അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് 1 - 5 6 λ² × 1 - 5 λ + 6 = 0. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് λ-3 × λ-2 = 0 എന്ന് എഴുതാം. ബാക്കിയുള്ള ഐഗൻ വാല്യൂസ് ഇതിനകത്ത് നമുക്ക് λ = 3ഉം λ = 2ഉം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആകെയുള്ള ഐഗൻ വാല്യൂസ് λ 1 2 3 3 അടുത്തത് എക്സാമ്പിൾ ടു ഫൈൻഡ് ദി ഐഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ്. മെട്രിക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു 4x4 മെട്രിക്സ് ആണ്. ഫോർ കൺവീനിയൻസ് ടേക്ക് B = അപ്പോൾ ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ B എന്ന് എടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ Eയുടെ തന്നെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കും. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് B - λi = 0. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് -1 - λ 1 1 1. അപ്പം അത് മൈനസ് ചെയ്ത് എഴുതാൻ അറിയാം =0. ഇനി നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്യുകയാണ്. റോ ഓപ്പറേഷൻസ് ചെയ്യുമ്പം അപ്പോൾ നമുക്ക് റോ റിഡ്യൂസ് ചെയ്തിരിക്കുന്നത് 4th റോയിൽ നിന്നും 3rd റോ കുറച്ചിരിക്കുകയാണ്. ഉണ്ടോ, 4th റോ നമ്മുടേത്. 3rd റോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് 4th നിന്ന് 3rd കുറച്ചിട്ട് 4th എഴുതും. R4 = R4 - R3 ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ 0 വരും. പിന്നെ 1 - λ എന്നുള്ളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 + λ എന്ന് കിട്ടും. അടുത്ത് നമുക്ക് -1 - λ വീണ്ടും -1 -2 + λ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് = 0 എന്ന് കിട്ടും. അപ്ലൈ R32 × -1 we obtain. അപ്പം R3 നിന്ന് R2 നമുക്ക് കുറച്ച് നോക്കാം. R3യിൽ നിന്നും R2 കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വീണ്ടും 0 കിട്ടും ആദ്യം. പിന്നെ 2 + λ, അടുത്തത് -2 + λ, പിന്നെ 0. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് = 0 എന്ന് കിട്ടും. ഇനി R21 ബ്രാക്കറ്റിൽ -1 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് R2 മൈനസ്, ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. R2 = R2 - R1 എന്ന് എഴുതിയാൽ മതി. വി ഒബ്റ്റെയിൻ. അടുത്തത് കിട്ടി. As 2 + λ appears a common factor in last 3 rows by the property of determinants, the above becomes. അപ്പോൾ നമുക്ക് എല്ലാ കോമൺ ഫാക്ടറായിട്ട് ലാസ്റ്റ് 3 റോസിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 + λ ഓരോ റോയിൽ നിന്നും നമുക്ക് കോമൺ എടുക്കുന്ന അറിയാമല്ലോ. റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് ആണ് നമ്മൾ കോമൺ എടുക്കുക. അപ്പോൾ 3 എടുത്തുനിന്ന് 2 + λ എടുക്കുമ്പോൾ നമുക്ക് 2 + λ the whole cube ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബാക്കിയുള്ളത് = 0. ഇനി 2 + λ the whole cube ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ള റോയിലൂടെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നോക്കിക്കേ, ഏറ്റവും താഴെയുള്ള ആ റോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലൂടെ, ഇവിടെ ഫസ്റ്റ് കോളത്തിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് കോളത്തിൽ കൂടെ താഴോട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പം -1 - λ ഇൻറ്റു ബാക്കിയുള്ള ആ റോയ് ആ കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് -1. അങ്ങനെയാണല്ലോ, +- ഓൾട്ടർനേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. +- ആ പൊസിഷൻ്റെ ഇത് വെച്ചിട്ടാണ് വരുന്നത്. -1 അപ്പം A11 ആണെങ്കിൽ 1 + 1, A21 ആണെങ്കിൽ -1 2 + 1 അങ്ങനെ. അപ്പം രണ്ടാമത്തത് നമുക്ക് A21 ആണ്. അപ്പം -1 2 + 1 ആണ്. അത് -1 ആയതുകൊണ്ടാണ് -1 ഇൻറ്റു അടുത്ത
ആ റോയും ആ കോളവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഈക്വൽ ടു 0. ഇനി ഇപ്പം ഇത് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മുതിർന്ന കുട്ടികളായിട്ടുണ്ട് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു മെട്രിക്സ് ഒക്കെ ആയിരിക്കും വരിക. എന്നാൽ ഡിറ്റർമിനൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം എന്നുള്ളൊരു രീതിയിൽ ഈക്വൽ ടു എടുത്തു. അടുത്തതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലല്ലോ. അപ്പോൾ -1 - ലാംഡ ഇൻറ്റു നമുക്ക് ഏറ്റവും 3/3യുടെ ഡിറ്റർമിനൻ്റ് എങ്ങനെ ഡിറ്റർമിനൻ്റ് ഓഫ് അതെന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു 1 - 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ -1 ഇൻറ്റു രണ്ടാമത്തതിൻ്റെ എങ്ങനെ വരും? രണ്ടാമത്തതിൻ്റെത് നമുക്ക് ഏറ്റവും താഴേന്ന് ഇതേപോലെ തന്നെ വാല്യൂറ്റ് ചെയ്യാം. നമുക്ക് ആൻസർ ഈക്വൽ ടു 0 ആണ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2 + ലാംഡ ഹോൾ ക്യൂബ് ഇൻറ്റു 1 + ലാംഡ - 3 ഈക്വൽ ടു 0. അപ്പോൾ 2 + ലാംഡ ഹോൾ ക്യൂബ് ഇൻറ്റു ലാംഡ - 2 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു -2 - 2 3. ഓക്കെ. സിൻസ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ബി, അപ്പം ഇത് ശ്രദ്ധിച്ചോളുക. നമുക്ക് നമ്മൾ ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ബിയുടെ ഐഗൻ വാല്യൂസ് ആണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. അപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ബി ആണ്. അപ്പോൾ എയുടെ ഐഗൻ വാല്യൂസും ഇതേപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ ബിയുടെ ഐഗൻ വാല്യൂവിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് -2 -1 1 അങ്ങനെ കിട്ടുക. 3 -1 1 1. ഓക്കെ. അടുത്ത തിയറം, ദ ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ആർ ദ സെയിം ആസ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പം ഒരു ഡയഗണൽ മെട്രിക്സ് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ - ലാംഡ i ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴുള്ളതാണ് ഡയഗണലിൽ എഴുതിയിരിക്കുന്നത് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ആണ്, അത് ഈക്വൽ ടു 0. അതിൽ നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു a11, ലാംഡ ഇസ് ഈക്വൽ ടു a22, ലാംഡ ഇസ് ഈക്വൽ ടു a33 എക്സെട്ര ലാംഡ ഇസ് ഈക്വൽ ടു an എന്ന് കിട്ടും. ഹെൻസ് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ആർ പ്രിസൈസ്ലി ദി ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ. പ്രൂഫ് ഈസിയാണ്. തിയറം, ദ ഐഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കിൾ മെട്രിക്സ് ആർ ദ സെയിം ആസ് ഇറ്റ്സ്. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെതും. ഇപ്പം 1 മാർക്കിനൊക്കെ ചോദിക്കും ഒരു അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നിട്ട് നമുക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്ത് നോക്കി സമയം കളയരുത്. അപ്പോൾ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് നോക്കിയിട്ട് അത് അതുപോലെ എഴുതി വെക്കുക, കോമയിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ്. കണ്ടില്ലേ, അവിടെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 2, 3, 8 ആണ് അതിൻ്റെ ഐഗൻ വാല്യൂസ്. തിയറം 4, എ മെട്രിക്സ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ഹാവ് ദി സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. ഇപ്പോൾ ഒരു മെട്രിക്സിനും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് സെയിം ആണ്. If A and P be square matrices of the same order and if P be invertible, then the matrix capital A and P inverse of AP have the same characteristic roots. അപ്പോൾ എയും പിയും സ്ക്വയർ മെട്രിസസ് ആണ് ഓഫ് ദി സെയിം ഓർഡർ ആണെങ്കിൽ, പി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിളും ആണെങ്കിൽ എയിനും പി ഇൻവേഴ്സ് എ പിക്കും സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് ആണ് ഉണ്ടായിരിക്കുന്നത്. Definition. A matrix capital A is similar to a matrix B if there is an invertible matrix. അപ്പോൾ സിമിലർ മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് ബിനോട് സിമിലർ ആവണമെങ്കിൽ അവിടെ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി. റിമാർക്ക് ഇൻ വ്യൂ ഓഫ് ദി ഡെഫിനിഷൻ ദ എബോവ് തിയറം ക്യാൻ ബി റീസ്റ്റേറ്റഡ് ആസ് two similar square matrices of the same order have the same characteristic roots. ഇപ്പോൾ ഒരേ റൂട്ടുള്ള സ്ക്വയർ മെട്രിസസിന് അപ്പം സിമിലർ സ്ക്വയർ മെട്രിസസ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഈഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. അത് അടുത്ത കൊറോളറി, ഇഫ് എ ആൻഡ് ബി ടു സ്ക്വയർ ഇൻവേർട്ടിബിൾ മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ ദെൻ എ ബി ആൻഡ് ബി എ ഹാവ് ദി സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ്. എയും ബിയും സ്ക്വയർ ഇൻവേർട്ടിബിൾ മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ ആണ്. ദെൻ എ ബി ആൻഡ് ബി എ ഹാവ് ദി സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്.
എയും ബിയും സ്ക്വയർ ഇൻവേർട്ടബിൾ മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ. എ ബിക്കും ബിക്കും സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആയിരിക്കും. പിന്നെ എയും ബിയും 2 സ്ക്വയർ മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ. എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്. ദെൻ ദ മെട്രിസസ് എ ഇൻവേഴ്സ് ബിയും ബി ഇൻവേഴ്സ് സെയിം ഹാവ് ദി സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ്. ഇത് ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസി വരാവുന്നതാണ് ഇതൊക്കെ. 0 ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ മെട്രിക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് മെട്രിക്സ് ഈസ് സിംഗുലർ. അപ്പോൾ ഒരു സിംഗുലർ മെട്രിക്സിന് എപ്പോഴും 0 എന്ന് പറയുന്നത് ഒരു ഐഗൻ വാല്യൂ ആയിരിക്കും. Corollary 3, if lambda is a characteristic root of a non-singular matrix, then lambda not equal to 0. ലാംഡ എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആണെങ്കിൽ ലാംഡ എപ്പോഴും 0. അപ്പോൾ നോൺ സിംഗുലർ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ ഒരിക്കലും അതിന് ഐഗൻ വാല്യൂ ഒരെണ്ണം പോലും 0 ആവില്ല. കാരണം സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ ഐഗൻ വാല്യൂ 0 ആവുള്ളൂ. തിയറം 8, if lambda is a characteristic root അല്ലെങ്കിൽ ഐഗൻ വാല്യൂ ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ് എ, ദെൻ ലാംഡ ഇൻവേഴ്സ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ ഇൻവേഴ്സ്. അപ്പം എയുടെ ഐഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 1/λ ആയിരിക്കും. അപ്പോൾ എയുടെ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഇൻവേഴ്സിൻ്റെ എല്ലാം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എടുത്താൽ മതി. എക്സാമ്പിൾ, ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1, -2, -5, 4 ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ മെട്രിക്സ് ഹൂസ് ഐഗൻ വാല്യൂസ് ആർ 1/6 ആൻഡ് -1. അപ്പോൾ എയുടെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ 1/6 -1 ഐഗൻ വാല്യൂ ആയിട്ടുള്ള മെട്രിക്സും കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് എഴുതി സോൾവ് ചെയ്തു. ഇപ്പോൾ ലാംഡ + 1 × ലാംഡ - 6 = 0, ലാംഡ = -1, ലാംഡ = 6 ആണ് അതിൻ്റെ ഐഗൻ വാല്യൂസ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -1ഉം 1/6 ആണ്. അപ്പോൾ ഈ -1ഉം 1/6ഉം ഐഗൻ വാല്യൂസ് ആയിട്ട് വരുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാതാണ് ആൻസർ. Theorem 9, if the characteristic roots of A are λ1, λ2, etc. λn, then the characteristic roots of A square are λ1 square, λ2 square, etc. λn square. ഓക്കെ, അപ്പം എയുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അറിയാമെങ്കിൽ നമുക്ക് എ സ്ക്വയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കാം. അടുത്ത തിയറം, ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് ദി മെട്രിക്സ് k × A are k times the characteristic roots of the matrix A where k is a scalar. അപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. കെ ഇൻറ്റു എയുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിൻ്റെ കെ ടൈംസ് ആണ്. അടുത്ത തിയറം, ഇഫ് λ1, λ2, etc. λn are the characteristic roots of the matrix A and k is a scalar, then the characteristic roots of the matrix A minus ki are λ1 - k, λ2 - k, etc. λn - k. അപ്പം എയുടെ അറിയാം നമുക്ക്. കെ എന്ന് പറയുന്ന സ്കെയിലാർ ആണെങ്കിൽ എ - k യുടേത് λ1 - k, λ2 - k, etc. λn - k ആണ്. Theorem 2, the characteristic roots of a Hermitian matrix are all real. അപ്പം ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എല്ലാം റിയൽ ആണെന്ന്. ലാംഡ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് എ മെട്രിക്സ് എ ആണെങ്കിൽ ദെൻ എ എക്സ് = λx ആണ് ഫോർ സം നോൺ സീറോ കോളം മെട്രിക്സ് ഇ എക്സ്. നൗ ടേക്കിംഗ് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് നമ്മൾ മൊത്തത്തിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലാംഡ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് = λx ആയിരിക്കും. എക്സ് നോൺ സീറോ ആണ്. മൊത്തത്തിൽ നമ്മൾ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എക്സ് സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ = ലാംഡ ബാർ ഇൻറ്റു എക്സ് സ്റ്റാർ എന്ന് കിട്ടും. ആസ് എ ഈസ് ഹെർമീഷ്യൻ, എ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ എ സ്റ്റാർ = എന്താണ്, എ ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എ കൊടുക്കുന്നു. എക്സ് സ്റ്റാർ ഇൻറ്റു എ = ലാംഡ ബാർ ഇൻറ്റു എക്സ് സ്റ്റാർ. ആൻഡ് ഹെൻസ് നമ്മൾ റൈറ്റ് സൈഡിൽ ഇനി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓൾസോ പ്രീ മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് സ്റ്റാർ അതും ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്റ്റാർ എ എക്സ് = എക്സ് സ്റ്റാർ ലാംഡ എക്സ് = ലാംഡ ഇൻറ്റു എക്സ് സ്റ്റാർ എക്സ്. ഓൾസോ പ്രീ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 3 ബൈ എക്സ് സ്റ്റാർ. 3നെ നമ്മൾ എക്സ് സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇത്. എക്സ് സ്റ്റാർ ഇൻറ്റു എ എക്സ് = എക്സ് സ്റ്റാർ ഇൻറ്റു ലാംഡ എക്സ് എന്ന് വരും. ഇനി എക്സ് സ്റ്റാർ ഇൻറ്റു എ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് കിട്ടി, 5-നകത്ത് നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ലാംഡ ഇൻറ്റു എക്സ് സ്റ്റാർ എക്സ്. സോറി, നമ്മുടെ ഇക്വേഷൻ 3നെ മൊത്തത്തിൽ ആദ്യം എക്സ് സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇക്വേഷൻ 6 കേട്ടോ. അപ്പം ഇക്വേഷൻ 3നെ
തുടക്കത്തിൽ നമ്മൾ എക്സ് സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റിൽ അതാണ് പ്രീ മൾട്ടിപ്ലൈങ് ഉദ്ദേശിക്കുന്നത്. എക്സ് സ്റ്റാർ ഇൻറ്റു എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ ഒരു ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കുന്നു, ലാംഡ ഇൻറ്റു എക്സ് സ്റ്റാർ എക്സ്. ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഓഫ് 5 ആൻഡ് 6 ആർ ദ സെയിം. 6ൻ്റെ LHS സെയിം ആവുന്നു. ഹെൻസ് ദെയർ റൈറ്റ് ഹാൻഡ്സ് ആർ ഓൾസോ സെയിം. അപ്പം റൈറ്റ് സൈഡും സെയിം ആവണം. ലാംഡ ബാർ എക്സ് സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് സ്റ്റാർ എക്സ് എന്ന് കിട്ടും. അതിൽ നമുക്ക് ലാംഡ ബാർ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. ഷോയിങ് ദാറ്റ് ലാംഡ ഈസ് റിയൽ. ലാംഡ എന്തായി? റിയൽ. കാരണം ലാംഡയുടെ കോഞ്ചുഗേറ്റ് എടുത്ത് നമുക്ക് ലാംഡ തന്നെ കിട്ടും. ഇപ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? റിയൽ ആയിരിക്കും.